എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ 2 പേര് റെഡിയാണ്. നമുക്ക് സെയിം പിഞ്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ? എങ്ങനെ സെയിം പിഞ്ച് ചെയ്യാ? അതിന്റെ കാരണം എന്താ? നേരത്തെ എന്റെ അടുത്തല്ലേ വന്ന് പറഞ്ഞേ നമ്മള് 2 പേരും ഒരേ കളറ്. ഞങ്ങള് ചെരുപ്പും രണ്ടും. എന്റെ അടുത്ത് വന്നപ്പോ ചേച്ചി ഹീൽ ചെരുപ്പ്, ഞാനും ഹീൽ ചെരുപ്പ്, ചേച്ചിക്കും ബ്ലൂ എനിക്കും ബ്ലൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്നെ പിച്ചിക്കോളൂ. ഓക്കെ, ഗ്രീൻ മൊത്തോളൂ. ഓക്കെ, അപ്പോ നമ്മളെല്ലാം ലേറ്റ് ആയി കമ്മിങ് ലേമിയാണെങ്കിലും നമ്മുടെ സ്കൂൾ യുവജനോത്സവം, അതായത് സ്റ്റാർ മാജിക് എന്നുള്ള സ്കൂളിന്റെ സംസ്ഥാന തലത്തിലുള്ള സ്കൂൾ യുവജനോത്സവം ഇന്ന് അരങ്ങേറാൻ പോവാണ്. അപ്പൊ അവിടെ ഇവിടെ നോക്കുമ്പോൾ മൊത്തം കലാപ്രതിഭകളും തിലകങ്ങളും ഒക്കെയാ. ഒന്ന് നമുക്ക് അവരെ വെൽക്കം ചെയ്താലോ? സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ലെറ്റ്സ് വെൽക്കം ദി എൻ്റയർ ടീം ടു സ്റ്റാർ മാജിക്. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വൻപിച്ച വിജയത്തിന് ശേഷം സ്റ്റാർ മാജിക്കിൽ നടക്കുന്നു വൃദ്ധ വയോജന കലോത്സവം 2024. അങ്ങനെ ഒരു യുവജനോത്സവം എന്ന് പറയുമ്പോൾ അത് പലർക്കും, അതായത് ഒരുമാതിരി കുറച്ച് വയസ്സായവർക്ക് ഈഗോടിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ അത്തരത്തിലുള്ള പ്രായഭേദമന്യേ, കാരണം കുഞ്ഞുകുട്ടി ഇവിടെ ഉണ്ട്, വയസ്സായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, പ്രായഭേദമന്യേ നമ്മൾ ഇന്ന് ഇവിടെ കൊച്ചു അമ്മച്ചി ആയിക്കോട്ടെ. അപ്പോ എന്തായാലും ഇന്ന് നമ്മുടെ സ്റ്റാർ മാജിക്കില് നമ്മുടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ, അത് സ്റ്റാർ മാജിക് സ്കൂളിന്റെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വിവിധ തരം ഇനങ്ങളിലാണ് ഇവർ ഓരോരുത്തരും ഇഞ്ചോടിഞ്ച് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഈ കലാകാരന്മാർക്കൊരു വലിയ ഊഷ്മളമായ ഒരു കൈയ്യടി നമുക്ക് ആദ്യം തന്നെ കൊടുത്തിട്ട് ഇന്നത്തെ ഈ ഒരു എനിക്ക് വളരെ സന്തോഷമായി. എന്ത് പറ്റി? എല്ലാവരുടെ പ്രായം അവരുടെ നെഞ്ചത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതിയിട്ടില്ലേ? അയ്യോട്ടാ ചേച്ചി, എങ്ങനെ അല്ല ബിനീഷ് മത്സരിക്കാൻ നിൽക്കുന്നതാണ് ജയിൽ പുള്ളിയാണ്. അല്ല, ഞാൻ വയസ്സനല്ല, ചെറുപ്പനാണ്. അധികം കളിച്ച ആ തിരുപ്പിന് ഉരിപ്പോ കേട്ടോ. ഞാൻ മാത്രമേ ഇതിൽ കുട്ടിയുള്ളൂ, അനുകുട്ടി. ബേബി ശൈലി എന്ന് പറഞ്ഞ പോലെ കൂടി നടക്കുന്ന 96 വയസ്സുള്ള അനുകുട്ടി. ശരി, സ്റ്റാർ മാജിക് സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണ് വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ യുവജനോത്സവത്തിന് പ്രതീക്ഷിക്കാൻ പറ്റുക? കാരണം കുട്ടികൾ ഇപ്പൊ കണ്ണൂർ സ്ക്വാഡായിട്ട് കണ്ണൂരിലേക്ക് കിരീടം വരെ പോയിരിക്കുകയാണ്. നമ്മളപ്പോ ഒട്ടും താഴേക്ക് പോകാൻ പാടില്ല. ആരൊക്കെ ശരിക്കും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? മാത്രമേ പറയാവൂ. ക്ലാർനെറ്റ് UK-ലെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ആ പേര് കിട്ടുന്നില്ല. ക്ലാർനെറ്റ് അവനെ ഈ ഷാപ്പ് ഇഷ്ടമല്ല, അതാണ് ഷാ കിട്ടാത്തവന്. ഞാൻ കലാപ്രതിഭയായിരുന്നു. കല നീ കൊണ്ടുപോവോ? അത് ചില പെൺകുട്ടികൾക്ക്. ഞാൻ കലാപ്രതിമ വെറുതെ ഇരിക്കുകയായിരുന്നു, ഒന്നും ചെയ്യും. കലാപ്രതിഭ കല നീ കൊണ്ടുപോവോ? അത് അവിടെ തരുമോ? കല ഈ വൃത്തിനൊന്നും ഇവള് കലാപ്രതിമയാണ്. എനിക്ക് മോണാക്ടിന് ഫസ്റ്റ് ആയിരുന്നു, A ഗ്രേഡ് ആയിരുന്നു. ഡെന്റിസ്റ്റിന്റെ അടുത്ത് മാറ്റിയത്. ശരി, ഷാർലറ്റ് പ്ലീസ്. ഓക്കെ, ഷാർലറ്റിന്റെ അടുത്ത് ഞാൻ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫീഡ്ബാക്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട്? അടിപൊളിയായിരുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഫീഡ്ബാക്സ്? How feel about Tangachan? Everyone thinks you're very funny, especially all my friends from Australia. They think you're their favorite. ഓക്കെ, അപ്പൊ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഷോ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഷോ ഓർഗനൈസ് ചെയ്യും. ഞാനും എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. What about the first performance? എന്തായിരുന്നു ആദ്യത്തെ ഐറ്റം? ഞങ്ങൾ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ചെയ്തായിരുന്നു. ഒരു മോഡേൺ പാട്ട് കർണാട്ടിക് വെച്ചിട്ട് ലൈക്ക് എ കൈൻഡ് ഓഫ് ഫ്യൂഷൻ ആയിട്ട്. അപ്പൊ നമുക്ക് അതൊന്ന് പെർഫോം ചെയ്താലോ? ആ ഒരു ഫ്യൂഷൻ.
അമ്മ അടിപൊളി സൂപ്പർ. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഷാർലറ്റിന്റെ ഈ അടിപൊളി പെർഫോമൻസോട് കൂടി ഇതാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ പോവാണ്. ശരിക്കും ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. ഒരുപാട് ട്രൈ ചെയ്തതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ശരിക്കും ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്നുള്ളൊരു ടേം നമ്മുടെ മലയാള സിനിമയിൽ ശരിക്കും പറയുമ്പോൾ ഈ ഒരു മുഖം ഓർമ്മ വരും കേട്ടോ. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ആക്ട്രസ് അന്ന ബെൻ. കണ്ടോ, ഇതാണ് അവസ്ഥ. എപ്പോഴും പാട്ട് വന്നാലും ഇവന്റെ പുഴുവും കൊണ്ടുവരും. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇതാ അന്ന നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. സോ വൺസ് അഗൈൻ വി വെൽക്കം അന്ന ബെൻ ടു സ്റ്റാർ മാജിക്. അന്നബൻ ക്യൂട്ട്നെസ് ഓവർലോഡ്. അതെ, കറക്റ്റ് അല്ലേ? ചേച്ചി, അതെ, എങ്ങനെ അതെ, ഉണ്ടായിരുന്നു? അതെ. അതേപോലെ തന്നെ അനു ആ, വാട്ട്ലെസ് ഓവർലോഡ്. അത് കുട്ടിയുടെ വീട്ടിലെ വേറൊരു കാര്യം വെച്ചിട്ട് ഇവര് കളിയാക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. നാളെ ഞങ്ങൾ വിളിക്കണു. എന്താ ഇത്ര നാളും പിടിതരാതിരുന്നത്? ചെറുതായിട്ടൊന്ന് മുങ്ങി നടക്കായിരുന്നു. അപ്പൊ ഇന്ന് പൊങ്ങാൻ കാരണം എനിക്ക് തോന്നുന്നു ബെന്നിച്ചേട്ടൻ വിടാത്തോണ്ട് അങ്ങനെ എന്തെങ്കിലും. അയ്യോ അല്ല, അങ്ങനെയൊന്നും അല്ല. എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ വർക്ക് ഇല്ലാത്ത സമയത്ത് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും, വല്ല ട്രിപ്പിലൊക്കെ ആയിരിക്കും. ഫുൾ ചിൽ മോഡ് ഓൺ ആണോ എപ്പോഴും? കുറച്ചൊക്കെ. അതെ. അല്ല, എനിക്ക് ഭയങ്കര ഒരു ഡൗട്ടാണ്. ബെന്നി പി നായരമ്പലം അത് കട്ട് ചെയ്ത് സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റൈലിനാണോ അന്ന ബെൻ എന്ന് പേരിട്ടത്? ഈ ബെൻ എങ്ങനെ വന്നു? ജനിച്ചപ്പോ എന്റെ അപ്പനല്ലേ പേരിട്ട്. ഞാൻ എങ്ങനെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലത്തെ ചുണക്കുട്ടികളാണ് ഇവിടെ വരേണ്ടത്. ലക്ഷ്മി ലക്ഷ്മി എപ്പോഴും അടിക്കടാ, ഞാൻ നിനക്ക് കൈയടിക്കും. ലക്ഷ്മി നിങ്ങൾ ആംഗ്ലയും മംഗളാണോ? ശരിക്കും അപ്പ തന്നെയാണ് അത് അങ്ങനെ ഇട്ട്. എന്താണ്, കല്യാണം കഴിഞ്ഞ് പേര് വേറൊരാളുടെ പേര് എന്റെ പേര് മാറ്റി വരണ്ടെന്നൊക്കെ പറഞ്ഞ് പപ്പയുടെ തന്നെ ഷോർട്ട് ആക്കിയിട്ട് നമ്മ മാറ്റേണ്ടി വരുമല്ലോ. എനിക്ക് അല്ലെങ്കിൽ തന്നെ അന്ന എന്നുള്ളൊരു ചെറിയ പേരാ. Okay, അതിന്റെ കൂടെ ഒരു കല്യാണം കഴിയുന്ന സമയത്തുള്ള കാര്യം വരെ അച്ഛൻ ഫ്യൂച്ചർ ആയിട്ട് ചിന്തിച്ചിട്ട് അപ്പഴേ പ്രൊഡിക്ട് ചെയ്തിട്ടാണ് ഈ പേരിന്റെ കൂടെ വേറെ ഏത് പേര് വന്നാലും ഭർത്താവിന് പോലും പേര് ഷെയർ ചെയ്യാൻ അനുവദിക്കില്ല. അനുവദിക്കില്ല. അതെ, താല്പര്യമില്ല. എന്റെ നാട്ടിലും വീട്ടിലല്ലേ എന്നെ പൊടിമോളെന്നാ വിളിക്കുന്നത്. ഇതൊക്കെ പൊടിയുടെ കച്ചവടം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ബ്ലാക്കില്. ശരിക്കും ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ശരിക്കും തിരക്കഥാകൃത്തായിട്ടുള്ള ബെന്നി പി നായരമ്പലം അദ്ദേഹത്തിന്റെ മകളാണ് ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്, അന്ന ബെൻ. അപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു വേദിയിലൂടെ ശരിക്കും കുംബ്ലങ്ങി നൈറ്റ്സ് എന്നുള്ള ഒറ്റ മൂവി മതി, ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ക്യൂട്ട്നെസ് ഓവർലോഡഡ് അന്ന് മുതൽ മലയാളി പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചതാണ്. ഇപ്പതാ ഒരുപാട് വളരെ ചൂസി ആയിട്ടുള്ള സിനിമകൾ എല്ലാം അത്രയും നല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ശരിക്കും അന്ന നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ളത്. ശരി, യൂത്ത് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പഠിച്ചത് സെയിന്റ് ട്രീസസിലാണ്. അപ്പൊ അവിടെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഭയങ്കര വലിയ പരിപാടികളാണ്. അപ്പം നമുക്ക് പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നല്ല, അങ്ങനെ ഒന്നിലും അങ്ങനെ വലിയ അങ്ങനെ ഒരു എക്സ്പേർട്ടൊന്നും അല്ല. പക്ഷെ എല്ലാത്തിലും കൊണ്ട് തല വെക്കുമായിരുന്നു. ഡാൻസിന്റെ ഓഡിഷൻ, പാട്ടിന്റെ ഓഡിഷൻ, മറ്റേ എന്താണ് റെസിറ്റേഷൻ, എല്ലാത്തിലും പോയി ഒന്നിനും കിട്ടിയില്ല. അത് കാരണം യൂത്ത് ഫെസ്റ്റിൽ കാണാൻ പോയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ ഈ തഞ്ചത്തിനൊക്കെ നോക്കിയ സമയവും കാലവും അച്ഛന്റെ മൂഡും ഒക്കെ നോക്കിയിട്ട് ബോംബിടുന്ന കൂട്ടത്തിലാന്ന് കേട്ടിട്ടുണ്ടല്ലോ. ധാരാ പറഞ്ഞു. ഞാൻ കൊച്ചു തീവ്രവാദിയാണ്. കേട്ടിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ബോംബുണ്ടോ? ഞാൻ മൂത്ത കുട്ടിയാണ്, എനിക്കൊരു അനിയത്തിയാ ഉള്ളത്. അപ്പൊ മൂത്ത ആൾക്കാർക്ക് ഈ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കൊക്കെ പഠിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതെ, വീട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അതെ, പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ഓരോ സൂത്രമൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്ത് കഴിയുമ്പോൾ അനിയത്തി വന്ന് കൂളായിട്ട് വന്ന് ചോദിച്ച് എല്ലാം നടത്തിയിട്ട് പോകും. ഹാർഡ് വർക്ക് വെറും അങ്ങനെ എന്തെങ്കിലും ഒരു ബോംബിനെ പറ്റി പറയാമോ? ആക്ച്വലി കോളേജ് പഠിക്കാൻ പോയത് എനിക്ക് പുറത്തുപോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ പപ്പയ്ക്ക് ഞാൻ സെയിന്റ് ട്രീസസ് തന്നെ ഫാഷൻ ആണ് പഠിച്ചത്. അപ്പൊ സെയിന്റ് ട്രീസസ് തന്നെ പഠിച്ചാൽ മതി, കാരണം ഞങ്ങളുടെ ഫാമിലിയിലെ ആന്റിമാരും ചേച്ചിമാരൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞില്ല അവിടെ തന്നെ. അതെ, എവിടെ വേണമെങ്കിലും പോയിക്കോ, വൈകിട്ട് 5 മണിയാകുമ്പോൾ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു.
ഡാഡാണോ? അത് ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ പാവം ഡാഡാണ്. ഞാൻ അങ്ങനെ ആക്കി എടുത്തു, ഞാൻ മാറ്റിയെടുത്തു. അച്ഛൻ സ്ട്രിക്റ്റും പണി സ്ക്രിപ്റ്റും. Okay. അതെ അനുവിന് എന്ത് ചീച്ചി പറയാനാ? പോലെ. ഈ ഫ്ലോറിൽ ഇപ്പൊ 2 മോളുണ്ട്, അനുമോളും ബേബി മോളും. ഒരു ബേബി മോളോ? ആ. മറ്റേ നമ്മുടെ ഓ, അങ്ങനെ ബേബി മോള്. അപ്പൊ അനുമോളാണോ അനുക്കുട്ടിയാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റും. പറഞ്ഞേട്ടാ ഇപ്പൊ മോള് ആ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോ മോൻ. പറഞ്ഞപ്പോൾ ആ കുട്ടി അങ്ങനെ രണ്ടുപേര്. പറഞ്ഞപ്പോൾ ആ കുട്ടിത്തെ കണ്ട അങ്ങനെ 38 വയസ്സിൽ ഇവക്കടെ നാട്ടിൽ മോളിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെയാ വിളിക്കണമെന്ന് എനിക്കറിയാം. എന്റെ വീട്ടില് മോളെന്നാ വിളിക്കുന്നത്. ശരി, അതെ നമ്മളിപ്പോ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ട്, അത് കൂടാതെ അതർ വേർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടാലൻസ് കയ്യിലുണ്ട് കേട്ടോ. ചിത്രകാരിയാണ്, ലൈക്ക് ആർട്ടിസ്റ്റ് ആണ്, ഫാഷൻ ഡിസൈനിങ് ആണ് ബൈ പ്രൊഫഷൻ, പിന്നെ അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് മെയിൻപൊടിയായിട്ട് നന്നായിട്ട് കയ്യിലുണ്ടെന്ന് തോന്നുന്നു. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അമ്മ അടിപൊളി കുക്കാണ്. അതുകൊണ്ടാണോ സ്വന്തമായിട്ട് വീടൊക്കെ മാറി ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിട്ടാണോ? ഞങ്ങൾ താമസിക്കുന്നത് നായരമ്പലത്താണ്, അപ്പൊ കുറച്ച് ദൂരമുണ്ട്. അപ്പൊ എനിക്ക് വർക്കിന് എളുപ്പത്തിന് വേണ്ടി ഞാൻ സിറ്റിയിലേക്ക് മാറിയതാണ്. വീട്ടും പേരാന്നോർത്തിങ്ങനെയായിരുന്നു പുള്ളിക്കാരത്തി. അത് കുറെ പേരുടെ തെറ്റിദ്ധാരണയായിരുന്നു. വരയ്ക്കുന്നതാണെന്ന് പറഞ്ഞാൽ അതെ. ഈ കൂട്ടത്തിൽ ആരെ മുഖം വരയ്ക്കാനാണ് എളുപ്പവും ഇഷ്ടവും? ഇതാകുമ്പോ ഒരു തലവട്ടി മാത്രം വരച്ചാൽ മതി. അപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ യൂത്ത് ഫെസ്റ്റിവൽ ആണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പടം വരെയെങ്കിൽ പടം വരാ. സ്റ്റാർ മാജിക്കിൽ ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ആയിട്ട് യുവജനോത്സവം കാണാനായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ആൻഡ് നമ്മൾ പോവാൻ പോകുന്നത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിലേക്കാ, നാടോടി നൃത്തം. എന്റെ അമ്മേ. അപ്പോ എന്തായാലും ഈ നാടോടി നൃത്തത്തിന് വേണ്ടി കൂട്ടത്തിലെ ഏറ്റവും വലിയ ശിശു കുഞ്ഞാവ, ചെസ് നമ്പർ 15. ഞാൻ നാടോട് നിർത്തുമല്ല മോളെ. ഞാനല്ലേ ഇതാണാ തങ്കു അടുത്ത കോഡ് നമ്പർ 15 15. ഇവന് കൊടുക്കുന്ന ട്രോഫിക്കകത്ത് പൊട്ടൻചക്കാതി എണ്ണ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് കാലം ചേച്ചി ചെരിപ്പിട്ട് കളിക്കാൻ പാടില്ല, മാർക്ക് കുറയ്ക്കണം. ശരിയാണ്, അത് ജഡ്ജ് കം സെലിബ്രിറ്റി തീരുമാനിക്കട്ടെ. നാടോടി നൃത്തം നൃത്തമാണെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ഡാൻസ് ആണ് ഞാൻ കാണുന്നത്. എല്ലാം മിക്സ് ചെയ്താ കൊടുക്കുന്നത്. എനിക്കെന്നെ തെറ്റുപോള് പറഞ്ഞിട്ട് അതേപോലെ ഞാൻ സ്തംഭിച്ചു പോയി. ഡയലോഗ് വരാന്ന് വിചാരിച്ചേ. ബ്രേക്ക് ഡാൻസ് ആണെങ്കിൽ 100-ൽ 100ആണ്. തകർത്തായിരുന്നു. ബ്രേക്ക് ഡാൻസ് ആണെങ്കിൽ ഫോക്ക് ഡാൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, എഫേർട്ടിന് മാർക്ക് തരാം. ഇത് ബ്രേക്ക് ഡാൻസ് അല്ല, ഇത് ഒരു ബ്രേക്കും ഇല്ലാത്ത ഡാൻസ്. കുട്ടിക്ക് ഇഷ്ടായോ? പ്രോമിസ് ആയിട്ട് സത്യം മാത്രം പറയാൻ പാടുള്ളൂ. ഇഷ്ടായോ? എനിക്ക് ചിരി വന്നു. സത്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർ മാജിക്കിന്റെ ഒരു മഹിമ കൊണ്ട് തന്നെ ഒറ്റൊരു മത്സരാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഫോക്ക് ഡാൻസ് മത്സരം ഇതോടുകൂടി നിർത്തുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അയ്യോ, ഞാൻ ഒറ്റപ്പെടും. ഇവരെ കൂടെ ഇറക്കി വിട്ടാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അല്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്തതായിട്ട് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് പ്രച്ഛന്ന വേഷമാണ്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. പ്രച്ഛന്ന വേഷ മത്സരം തുടരുന്നു. വേദി 1 വൃദ്ധ വയോജന മത്സരം. നെക്സ്റ്റ് കോഡ് നമ്പർ 244 442. 442. നാരായണത്ത് ഭ്രാന്തനെ ഞാൻ കാണിക്കാം. ഓൾറെഡി ആരാ? നാരായണത്ത് ഭ്രാന്തൻ. അത് കാണിക്കണ്ട. അത് കാണിക്കണ്ട. നീ വെറുതെ ചേട്ടാ അത് കാണാൻ ആരായുണ്ട്?
നാരായണന്റെ ആരാന്ന്? ശരിയായില്ലേ? നാരായണൻ നാരായണത്ത് ഭ്രാന്തൻ. നാരായണത്ത് ഭ്രാന്തൻ. നാരായണൻ ആ പറ. ബാക്കി ബാക്കി മത്സരം തുടരുന്നു. കോഡ് നമ്പർ 224. ഇവനെടുക്കാൻ പോണായിരുന്നോ ഞായറാഴ്ച ഭ്രാന്തൻ? ആരെ കാണിക്കണേ? നാരായണത്ത് ഭ്രാന്തൻ. ഈ ചവറിന്റെ അപ്പുറം ഇന്ന് മാറ്റി ചവറ്. നിനക്ക് ഞായറാഴ്ച ഭ്രാന്തൻ എടുക്കാൻ നാരായണത്ത് ഭ്രാന്തൻ. കൊണ്ടാണെങ്കിൽ നീ തിങ്കളാഴ്ച ഭ്രാന്തൻ എടുത്തോ. നാരായണത്ത് ഭ്രാന്തൻ. അങ്ങനെ യാ ഇല്ല നാറാണ. ഈ പറഞ്ഞത് ഭ്രാന്തൻ. നമ്മൾ കടക്കാൻ പോവാണ്. യുവജനോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ ഏതായാലും അടുത്തൊരു ഐറ്റത്തിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ചെസ് നമ്പർ നമ്മൾ നേരത്തെ കണ്ടല്ലോ 422 ഐറ്റം മാറി പറഞ്ഞതാണ്. അത് ഒരിക്കലും പ്രച്ഛന്നവേഷമായിരുന്നില്ല. സോറി, തെറ്റിപ്പോയി. ഓവർ ആക്ടിംഗ് മത്സരമായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ചെയ്ത മമ്മൂക്കയുടെ പണികളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് ബാബാവിനെയാണ് നീ കഴിച്ചു വെച്ചാൽ? നീ പറഞ്ഞു നീ എന്നെ തിരിച്ച പ്രൈസ് ഷീറ്റ് ഐറ്റം കാണിച്ചില്ല. വേണ്ട, ധാരാളം. മോണാക്ട് 2 എണ്ണം. വേണ്ട, 2 മോണാക്ട്. വേണ്ട, 2 എണ്ണോ? തന്നെ സഹിക്കാൻ പറ്റണില്ല. 2 മോണാക്ട്. 2 ഉപ്പ് സോഡ എന്നൊക്കെ പറഞ്ഞ കാര്യേ. 2 മോണാക്ട്. ശരി, ഓക്കെ, ഒന്ന് മാർക്ക് ഇടാം ഇപ്പൊ കഴിഞ്ഞ ഓവർ ആക്ടിങ് ഐറ്റത്തിന്. എനിക്ക് തന്നെ പണിയൊന്നും അയ്യോ, എനിക്കൊരു മിനിറ്റ് ഗ്യാപ്പ് വരുന്നില്ല. ആക്ഷൻ കാണിക്കുക. എന്റെ മോണാക്ട് പറയാം. ആര് പോണം? ഫോൺ വരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക്. ഹലോ ഹലോ, നമ്മൾ ആർട്ടിൽ നിന്ന് വിളിക്കണേ. ആരാണ്? ആ ബിനീഷ് കൊണ്ടുവച്ച പാറക്കല്ല അവിടെ നിന്ന് മാറ്റൂ. ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങ് കാണാല്ലേ? ആ പാറക്കല്ല നിർത്ത് മാറ്റൂ. ഒരു കാര്യം ചെയ്യാം, കല്ലിനെക്കാലും ആ പുള്ളി അങ്ങ് മാറ്റിയാലോ? ആ പുള്ളിയെ കല്ലൊക്കെ മാറ്റി കുറച്ചുകൂടെ സൗകര്യമായിരിക്കില്ലേ? അതെ, അതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളത്രയ്ക്ക് ശോഭന മേടയുടെ ബാക്കി ഒന്നും ഇപ്പോൾ നാടകനൃത്തം കൊടുക്കുന്നെന്ന് ചോദിച്ചു. അവരെ കലാക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, നല്ല വില ഇട്ടണേ കൊടുക്കാം. ഹലോ ഹലോ ഹലോ, യൂത്ത് ഫെസ്റ്റിവലിന് നിങ്ങളുടെ വല്ല ഐറ്റം വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ നിങ്ങളുടെ കിടക്കിന് കഴപ്പടക്കെട്ട് കിടക്കല്ലോ ചേട്ടാ. ഓ ശരി. നല്ല അഭിപ്രായങ്ങളൊക്കെ വരുമ്പോഴേ. ശരി. എന്നാ യുവജനോത്സവം വേദിയിൽ അടുത്തതായിട്ട് വീണ്ടും നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് 244 വേദിയിലെത്തുകയാണ്. ഇനി ഒരു ഫ്രഷ് മോണാക്ട് ഉണ്ടെന്നാ ഈ കണ്ടസ്റ്റന്റ് പറയണേ. പക്ഷേ ഈ സർക്കാർ പറഞ്ഞു വേണ്ടാന്ന്. ഈ നാറാണത്ത് ഭ്രാന്തന്റെ ഇത് പറഞ്ഞപ്പോ ഞങ്ങളുടെ നാട്ടിലൊരു പഞ്ചായത്ത് മേളക്ക് ഒരാള് ഏകാംഗ നാടകം കളിച്ചു. കോമഡി അല്ല, സീരിയസ് ആയിട്ട്. ഒരു ഭയങ്കര പെർഫോമറാ. ഈ നാറാണത്ത് ഭ്രാന്തന്റെ ഈ കല്ലെടുത്ത് ഒരു സെക്കൻഡ് ആ രണ്ടുപേർക്ക് ചെയർ ഇട്ട് കൊടുക്കോ. പുള്ളി ഒരു കല്ല് ഉരുട്ടിയിട്ട് മേളിലേക്ക് കയറ്റിട്ട് ഉരുട്ടി താഴേക്ക് ഇട്ട് ഈ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉരുട്ടി മേളിൽ കയറ്റിയത്. ഇതുരുട്ടി താഴെ വന്നിട്ട് ഈ കല്ല് ഈ മൊന കുത്തി വീണ്ടും നേരെ ഓഡിയൻസിന്റെ മുമ്പിലേക്ക് ആടി. അപ്പൊ ഇത്തുള്ളൊരു കൊച്ചു വന്നിട്ട് ആ കല്ലെടുത്തിട്ട് മാമ ഇനിയും കളിക്കാൻ. ഈ സാധനം ചീറ്റി പോയെങ്കിൽ വേറെ സാധനം തങ്കച്ചൻ പറയും. ആ കല്ലാണ് നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. അതെടുത്ത് മാറ്റാൻ ആ ഫോണിൽ പറയണതിൽ കല്ലുണ്ട്, അതുകൊണ്ട് ഹലോ. ആ ഒരു ടോറസ് വിളിച്ചിട്ടുണ്ട് വണ്ടി പിക്കപ്പ്. ആ ഈ അടിമാലിയുടെ കല്ലൂടെ കയറ്റുമോ അതിലോട്ട്?
അതെ അതാ ഓട്ടം കുറയ്ക്കാൻ നമുക്ക് അതാ 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 കമ്പനിക്ക് ലാഭമുണ്ട്. എടാ തങ്കച്ചാ വണ്ടി വിടല്ലേന്ന് പറ. അടുത്തന്നെ ഒരു കുട്ടിത്തം കൊണ്ടുപോകാനുണ്ട്. അനുമോള പെർഫോമൻസ് ആണ്. അപ്പൊ ഒരു കോർപ്പറേഷന്റെ വണ്ടി പറഞ്ഞുവിടാം. പറഞ്ഞിടും. ഓക്കെ ഓക്കെ. ഗേൾസ് വിഭാഗം മോണോവാക്ട് ആണ് നമ്മൾ ഇനി നടത്താൻ പോകുന്നത്. വനിതാ വയോജന വിഭാഗം മോണാക്കിൽ ആദ്യം മത്സരിക്കുന്നു. ചെസ് നമ്പർ 96 അനു സതീശൻ ചേരപ്പള്ളി. ഇതിൽ ഒരു മെസ്സേജാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. എന്നാ അയച്ചോളൂ. പണ്ടുള്ളൊരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇപ്പോഴും അത് തേപ്പ് വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്, അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. മാന്യ സദസ്സിനെ എന്റെ കൂപ്പുകൈ. ഇന്നത്തെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി. ലഹരി കാരണം ഒരു കുടുംബത്തിലെ ജീവിതം കഷ്ടപ്പെട്ട് ഒന്നുകൂടെ ലഹരി കാരണം ഒരു കുടുംബത്തിലെ കഥയാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. നീ തന്നെ പറയണം. തുടങ്ങിയ അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ട്യൂണിടാം. അമ്മേ അമ്മേ യു സമയായി. അമ്മ എവിടെ പോയി കിടക്കുന്നു? ഒന്ന് വേഗം വാ അമ്മേ. ആ എന്താ മോളെ, ഇറങ്ങിയോ നീ? ആ ചോറുതാ എടുത്തോട്ടോ. പിന്നെ പോയിട്ട് മോൾ എപ്പോഴാ വരാ? അമ്മേ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. മോളെ ഈ പൈസ മോള് വെച്ചോ, എന്തെങ്കിലും ആവശ്യം വന്നാലോ? വേണ്ട അമ്മേ, അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ, അമ്മ എന്നെ വെച്ചിരുന്നോ. പോട്ടെ അമ്മേ. ശരി പോയിട്ട് വാ. എൻ്റെ ദൈവമേ, എൻ്റെ മകള് അവൾ ഒറ്റൊരാൾ കാരണം ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അവളെ കാത്തുകൊള്ളണേ. കറക്റ്റാ കുളുകുളു അല്ലേ? നന്നായിട്ടുണ്ട്. എല്ലാരും ചെയ്യണ ചേച്ചി ഇന്നലെ തട്ടുകളായിരുന്നു. അച്ഛൻ ശോഭേ ശോഭേ അങ്ങനെ ശോഭേ. എന്താ പ്രഭാകരേട്ടാ, എന്താ വിളിച്ചേ? മോഡുലേഷൻ. സതീശേട്ടാ. അത് വേണ്ട. എന്താ പ്രഭാകരേട്ടാ? സതീശൻ. ചിന്നു അവിടെ? ഞാനിവിടെ ഉണ്ട്. എന്താ ചിന്നു ക്ലാസ്സിന് പോയി. ക്ലാസ്സിന് പോയോ? അതെ ക്ലാസ്സിന് പോയി. എന്നാ അവിടെ ക്ലാസ്സിനല്ലേ പോയത്? പിന്നെ എവിടെ പോയി? തങ്കച്ചിന് തേക്കായി. നമ്മുടെ മകൾ തേപ്പ് കാരിയാണ്. നമ്മുടെ മകൾ ചിന്നു. നമ്മുടെ മകൾ ചിന്നു കൂടായി പോയി. പറ പ്രഭാകരേട്ടാ, നമ്മുടെ മകൾ ചിന്നുവിന് എന്ത് പറ്റി? പറ. മകളല്ലേ ചിന്നു? നമ്മുടെ മകൾ ചിന്നു അവൾ അവൾ ആ പാറമടയുടെ മുകളിൽ ഇരുന്ന് വിറ്റിലടിക്കുന്നു. പാറമടയുടെ മുകളിൽ ഇരുന്ന് പാറ്റുന്നു. അതെ പാറ്റുന്നു. എനിക്ക് ദൈവമേ, എനിക്കിതൊന്നും കാണാൻ വയ്യ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല. അതെ ശോഭേ, ഞാനേ ബൂത്തിന്റെ കൂടെ പോയി കോള് വരും. അതെ ശോഭേ, നമ്മുടെ മകൾ ചിന്നു അവള് പാറമടയുടെ മുകളിൽ നിന്ന് മാറ്റുന്നു. നിങ്ങൾ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്. ഹലോ ഹലോ. ഞാൻ ഇതിന്റെ ഡയറക്ടറാണ്. ഇത് തീരുമ്പോ പറയണം, ഞാൻ പുറത്തു പോയിട്ട് വരാം. അല്ല ഒരു മിസ് കാൾ അടിച്ചാൽ ഞാൻ വന്നോളാം. അല്ല വേണ്ട എനിക്ക് പൈസ ചിലവാക്കി ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കാണില്ല, അതുകൊണ്ടാണ്. അല്ല ഒരു കാര്യം ചെയ്യൂ, വീട്ടിൽ പോയിട്ട് വന്നാൽ മതി. വീട്ടിൽ പോയിട്ട് വന്നാൽ മതി. വീട്ടിൽ പോയിട്ട് ഒരു കുളിയും കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വന്നാൽ തീരും. അപ്പോഴത്തേക്കാണ് മാറ്റ് ചേട്ടാ തണുക്കുന്നത്. പെട്ടെന്ന് തീർക്കാൻ ചേട്ടാ. നീ ചെയ്യും ക്ലൈമാക്സ് അല്ല. പെട്ടെന്ന് തീർക്കാം. മോള് വാറ്റുന്നു. അവിടെ വരെ എത്തി. എനിക്ക് വാറ്റുന്നു പറഞ്ഞു, സാധനം കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൾ തന്നെയാ തറയിൽ കൂടെ എഴിഞ്ഞു പോകുന്ന ഇഴജന്തുക്കളേക്ക് അവൾ ആ കലത്തിനകത്ത് എടുത്തിടുന്നു. പിന്നെ ബാറ്ററിയും അങ്ങനെ പറ്റ പല സാധനങ്ങളുമായിട്ട് അവള്, എനിക്കറിയത്തില്ല, പണ്ട് ഞാൻ ചെയ്ത അതേപടി സാധനങ്ങൾ അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? നമ്മളിപ്പോ എന്ത് ചെയ്യും? നമ്മളിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ദൈവമേ. അതിലാണ് ഹൈലൈറ്റ്. ഓ എക്സ്പേർട്ട്. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ജീവിക്കണേണ്. പാറ്റ എവിടെ പോണ്? പാറ്റ നീ കടക്കലത്തിനകത്ത് അപ്രിസിയേഷൻ ചെയ്യാനാ. ഹലോ. തീർന്നാ ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. ഓ ശരി. തുടങ്ങിയതുള്ളൂ. ഇത് മരുന്ന് കഴിക്കാത്തല്ലേ. പോയിട്ട് വന്നാ മതി കേട്ടാ. ഓ ശരി. മിക്കവാറും നമുക്ക് പിടിച്ചെട്ടി കൊണ്ടുപോകണം. നോക്കാം കേട്ടാ. ഗസ്റ്റ് അവിടെ ഉണ്ടാ? ഗസ്റ്റിന്റെ മുഖം വല്ലതും മാറുന്നുണ്ടാ? ഗസ്റ്റിന്റെ മുഖം മാറുന്നുണ്ട്. ഇറങ്ങി പോവാൻ സാധ്യത ഉണ്ട്. ഒന്ന് ഡീൽ ചെയ്തോണേ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രഗത്ഭനായ ഒരാളുടെ മകളും കൂടെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓ ശരി. ഓക്കെ ശരി. തീരുമാനം വിളിച്ചു പറഞ്ഞേ.
അതിൽ തീരെ അങ്ങ് പ്രതീക്ഷിക്കണ്ട, നിങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ. ഓക്കെ ഓക്കെ. എന്നാ പാറ്റ ബാക്കി ചെയ്. ഞാൻ വിചാരിച്ച് പുഴു അടിക്കാൻ പോയിരിക്കും നീ. ആ കലത്തിക്കേടാ അവിടെ വരെ. ആ അട്ട എടാ നീ എവിടെടാ ചുരുണ്ട് പോകുന്നത്? ഇവന്റെ കൂടെ പഠിച്ചതാട്ടാ. സ്വയംഭ സാധനം കൊള്ളാം, പൊളി സാധനം. എനിക്ക് അച്ഛനൊരു ഷാക്കറ്റ് കൊടുക്കണേ. അവിടെയാണ് കയ്യിലേക്ക്. മോളെ നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇങ്ങനെയാണ് മാറ്റുണ്ടാക്കുന്നത്. എന്താ അച്ഛാ? അല്ല സോറി, എന്താ അച്ഛല്ല. ആ അച്ഛനോ? എന്താ അച്ഛാ? അച്ഛൻ വന്ന് ഇരി അച്ഛാ, നമുക്കത് കഴിച്ചിട്ട് പോവാ. അച്ഛൻ ഇരി. സ്വയംഭ സാധനം ഒന്ന് നോക്ക്, നാക്കിലും തൊട്ട് നോക്ക്. അടിപൊളി സാധനം. ചിന്നോ, എന്റെ ദൈവമേ, ഞാൻ ദൈവത്തിന്റെ ഒരു കാര്യം മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്റെ ജോലി എന്റെ മോൾ ഇത് കണ്ട് പഠിക്കരുതേ എന്ന്. അച്ഛാ, അച്ഛൻ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അച്ഛൻ പോയേ, അച്ഛൻ പോ, അവിടെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. പോയേ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കവലയെ കൊണ്ട് കൊടുത്ത് വിറ്റ് നമ്മളെ വീട്ടിൽ പൈസ കൊടുക്കാൻ വേണ്ടി. അച്ഛാ പോയേ. ചിന്നു പോകൂല, ഇപ്പൊ എക്സൈസ് ഓഫീസർക്ക് ഇറങ്ങിയിട്ടുള്ള സമയം. മോളെ ജാഗ്രത വേണം മോളെ, ഒന്ന് സൂക്ഷിക്കും മോളെ. നീ നമുക്ക് പോവാം, നമുക്ക് ഇതൊന്നും വേണ്ട, നമ്മളിതെല്ലാം വെച്ച് നിർത്തിയതാ. ഞാൻ ഇവിടെ തന്നെ നിന്നല്ലേ, കാരണം നല്ല പൈസ എനിക്ക് കിട്ടാൻ സാധ്യത. ഹലോ, ഞാൻ സൂസു സീരിയലിന്റെ സംവിധായകനാണ്. പറയണം. ഇപ്പൊ മനസ്സിലായ എന്താണ് ആ സീരിയൽ നിർത്തിയത്? ഇനി അടുത്ത നിങ്ങൾക്കാണ്, നോക്കിയിരുന്നു. ശരി ശരി. സൂസുന്റെ അവസ്ഥ നമുക്ക് വേണ്ട തങ്കു. അതെ, ഇത് എന്തെങ്കിലും നിങ്ങൾ തീരുമാനം. അല്ല, നമുക്ക് നമ്മളിത് വളം വെച്ച് കൊടുക്കണോണ്ടാണല്ലോ ഇത് ഇവിടം വരെ എത്തിയത്. ആശുപത്രി നമ്പർ എന്റെ ഉണ്ട്. അവസാനത്തെ മെസ്സേജ് പറയാമോളെ. അവസാനത്തെ മെസ്സേജ്, പോലീസ് വരും, എന്നെ അച്ഛനും തൂക്കിയെടുത്തോണ്ട് പോവും. അച്ഛനെയും കൊണ്ടുപോവില്ലേ? മദ്യം വിഷമാണ്, പുകവലിയും മദ്യപാനും വാറ്റും ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് എല്ലാം നിർത്താം. എന്നിട്ടും വീട്ടിൽ വന്ന 250 കുപ്പിയാണല്ലോ മൂലയില്. അല്ല, നല്ലൊരു മെസ്സേജ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അനുവിന്റെ ഒരു മെച്യൂർഡ് പെർഫോമൻസ് നമ്മൾ കണ്ടു കേട്ടോ. ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് അന്നെ പറയണം എന്നുള്ളതാണ്. പാവൻ കുറച്ച് ആത്മാർത്ഥതയായിട്ട് സത്യം ഒരു മൂന്ന് ആൾക്കാരെ ഒരേ സമയത്ത് കാണിക്കാൻ ഒത്തിരി വേണ്ട, 3 മതി. 3 രണ്ടുപേര് വരുന്നുണ്ട്. അതും അതിന്റെ ഹൈലൈറ്റ് ഒക്കെ ഇറങ്ങണ അതാണ് എന്റെ ഫേവറേറ്റ്. ഈ കഥയില് അതാ ട്യൂൺ എന്തായിരുന്നു അതിന്റെ? അതെ കൊള്ളാം, അത് മതി. ഈ കഥയിൽ ഞാനുണ്ടായിരുന്നു, പക്ഷെ എന്നെ കാണിച്ചില്ല. ഞാൻ ഈ കഥയിലുണ്ട്. ആ കഞ്ച പഠിക്കുന്ന പുള്ളിയായിട്ട്. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. സമ്മാനം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഇതിലൊരു തീരുമാനം എടുത്ത്, എനിക്ക് ഇനി ഒരു വാറ്റ് കുടുംബത്തിൽ നിന്ന് എനിക്ക് പെണ്ണ് വേണ്ട. പിന്നെ അത് പബ്ലിക്കായിട്ട് ഇവിടെ കഥ പോലെ പബ്ലിക്കായിട്ടില്ലേ പറഞ്ഞത്. നമുക്ക് എന്തായാലും യുവജനോത്സവമാണെങ്കിലും സ്റ്റാർ മാജിക് ഗസ്റ്റിനെ എന്താ പറയാ, ഇങ്ങനെ വന്ന കാലിൽ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ തറവാടിന് ചേരണ ഒരു സ്വഭാവം അല്ല. സോ വൺസ് അഗൈൻ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് പ്ലീസ് വെൽക്കം അന്ന. പ്ലീസ്. താങ്ക് യു. നമ്മളിപ്പോൾ ഒരുപാട് പേരെ പെർഫോമൻസ് കണ്ടു. നമുക്കിനി ലക്ഷ്മിയുടെ ഒരു പെർഫോമൻസ് കാണാം. പക്കയായിട്ട് കോമഡിക്ക് അഭിപ്രായങ്ങളും ഇതെല്ലാം പറഞ്ഞൊരു ഷോ കൊണ്ടുപോകുന്ന ആളാണിത്. ലക്ഷ്മി എന്താ ചെയ്യണം? പിന്നെ പ്രേക്ഷകർ അതിനു വേണ്ടി കാത്തുനിന്ന്. പക്ഷെ സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അനുവിന്റെ പോലെ എനിക്കിങ്ങനെ മണിമണി പോലെ പറയാനും പറ്റില്ല. ലക്ഷ്മി, അത് ശരിയല്ലേ? രാവിലെ വന്നിട്ട് ഡയറക്ടർ പറഞ്ഞ് എനിക്കിത് ചെയ്യണം, ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് ഞാൻ ചെയ്യണമെന്ന്. ഇത് ചെയ്തില്ല. ആ മോണോ ആക്ട് മത്സരം തുടരുന്നു. ലക്ഷ്മി നക്ഷത്ര. വന്ദനം. ഈ അടുത്ത കാലത്ത് മനു എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു മോണാക്ട് ആണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സീരിയസ് ആയിട്ട് കാണിക്കണ്ട. ഒന്ന് മാറിക്കട, ഞാൻ തുമ്പിയെ പിടിക്കട്ടെ. അത് വീട് കടന്നു ചോദിക്കാൻ ഞാൻ നേരെ പോയില്ലോ. കണ്ണ കിട്ടവാടാ വാടാ കണ്ണ എങ്ക. അയ്യോ, നിങ്ങൾ ആരാ? டே கண்ணா கிட்ட வாடா வாடா கண்ணா இங்க 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 കളിപ്പാട്ടം இருக்கு വാടാ കണ്ണാ മാടാ. അയ്യോ, എനിക്ക് നിങ്ങളെ പേടിയാ. നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളുടെ കളിപ്പാട്ടൊന്നും വേണ്ട. ഇങ്ങ ഇങ്ങ മിഠായി ഇருக்கு വാടാ കണ്ണാ വാടാ ചെല്ലം. വേണ്ട വേണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോണം, എന്റെ അച്ഛനും അമ്മയൊക്കെ കാണണം. വേണ്ട. വാടാ ഇങ്ങ ഞാൻ പിടിച്ചു. അയ്യോ, എന്നെ വീട്, എന്നെ വീട്. അയ്യോ, ഞാൻ എവിടെയാ? എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഞാൻ എവിടെയാ?
ചെല്ലം വാടക വാട കണ്ണാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, എന്റെ അച്ഛനും അമ്മയും ഒക്കെ കാണണം. ഉന്നോട് അഴകാർന്ന് എന്റെ 2 കൺകൾ ഞാനിപ്പോ കുത്തിയെടുക്ക പോരെ. അയ്യോ, എന്തിനാ എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുന്നേ? എനിക്ക് എന്റെ വീട്ടിൽ പോണ്ടേ, എന്റെ അച്ഛനും അമ്മയൊക്കെ കാണണ്ടേ, ഷാമുന്റെ രാധയുടെ കൂടെ കളിക്കണം. വാടക. അയ്യോ വേണ്ട. ഈശ്വര, എന്റെ മോനെ കാണഞ്ഞിട്ട് എത്ര നാളായി. താലോലിക്കാനും ഓമനിക്കാനും നീ എനിക്ക് ഒരെണ്ണത്തിനെ തന്നുള്ളൂ, അതിനെ നീ കൊണ്ടുപോയി എന്റെ ഈശ്വര. എന്റെ മോൻ അവനിപ്പോ എവിടെയാണാവോ? കണ്ണ് കാണാ പൈതലിക്ക് 10 കാസ് കൊടമ്മ, ഇന്റെ കണ്ണ് കാണാ പൈതലിക്ക് 10 കാസ് കൊടമ്മ. ലക്ഷ്മി, തമാശ പറയാൻ ഒരുപാട് വന്നു, നന്നായിട്ട് പെർഫോം ചെയ്തോണ്ട് ഞാനത് പറഞ്ഞില്ല. അടിപൊളി. അത് എനിക്കുള്ള കോളാണല്ലോ. ഞാൻ എടുത്താലോ? വേണ്ട. ഹലോ हेलो, ये दिल्ली से बोलता हूँ. ഒരു നാഷണൽ അവാർഡ് ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു വണ്ടി പറഞ്ഞു വിട്ടാൽ കൊടുത്തങ്ങ് വിടാം. അത് പറഞ്ഞു പോകാതെ ഒരു ഉണ്ടംപൊരി എടുത്ത് അതിന്റെ മേളിൽ വെക്കുക. ആർക്കാണ് ബാക്കി 1-2 അവാർഡും കൂടെ ഒക്കെ സാധ്യത ഉണ്ട് കേട്ടാ. ശരി ശരി എന്നാന്ന് ചോദിച്ചേ? ശരി, ഓക്കെ. ഓക്കേ. ലക്ഷ്മി, എന്ത് ലക്ഷ്മി? എന്താ ഇത് കഴിഞ്ഞ് 10 സെക്കൻഡ് പോലും ആയില്ല, അതിനിപ്പോ നാഷണൽ അവാർഡ് എനിക്കായിരുന്നോ? പെർമിറ്റ് എടുത്തു. ശരിക്കും താങ്ക് യു സോ മച്ച്. ഇന്ന് ചെലവുണ്ട് കേട്ടോ. കൈയടിക്കോ? കണ്ടോ, എല്ലാവർക്കും ആരും കൈയടിക്കുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. ശരിക്കും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ സ്കൂളിലെ കോമ്പറ്റീഷൻ ഒക്കെ? അല്ല, ഞാൻ സ്പോർട്സിനും ആർട്സിനും ഒന്നിനും പോയിട്ടില്ല. ഇല്ലേ? പക്ഷേ കുട്ടിയാണെങ്കിൽ എത്ര വയസ്സായി? 5. പോയിട്ടുണ്ടാവൂല. ഞാൻ 2 ആക്ടും ഒരു പാട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആദ്യം ഏതാ ചെയ്യാൻ പോണേ? പാട്ട്. ഓക്കെ. കൊച്ചിന് ആക്ടും അനുവിന് വാറ്റും. കടുകുമണിക്കൊരു കണ്ണുണ്ട്, കണ്ണിനകത്തൊരു കടലുണ്ട്, കടലുണ്ടീന്നൊരു ചെങ്ങായി കായ വറുത്ത് കഴിഞ്ഞപ്പോ ഒരു കുട കള്ള് കുടിച്ചിട്ട് കരിമീൻ മുള്ള കടിച്ചിട്ട് കലഹം നിറയുന്ന കവലയിൽ നിന്നൊരു കണ്ണട വാങ്ങി വരുന്നുണ്ട്. ഈ പാട്ടറിയോ? അറിയാലോ. ഏതിലാ? കപ്പേള എന്ന് പറഞ്ഞ സിനിമയിൽ. ചേച്ചിന്റെ സിനിമയല്ലേ? എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് സീനൊന്നും അങ്ങനെ ഓർമ്മയില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. 100. ഓ 100. അപ്പൊ എന്ന് വെച്ചാ ഇവിടെ വേറെ ആർക്കും 100 കൊടുത്തിട്ടില്ലല്ലോ. സമയമായിട്ടില്ല. ബെസ്റ്റ് 100. ഓ മൈ ഗോഡ്. എനിക്ക് അതിനകത്ത് ഒരു ചെറിയ യോജിപ്പ് കുറവുണ്ട്. കാരണം അനുവിന്റെ ആ മോണാക്ടിന്റെ അത്ര പറ്റിയോ? മറ്റേ അനുവിന്റെ ആ അട്ടേനെ മുറിച്ചിട്ട ഒരൊറ്റ സാധനം മതി. ഉള്ളാണ് കേട്ടെ. കണ്ട കള്ള ബിസിനസ്സിൽ അവള് കള്ളത്തരം കാണിച്ചിട്ടില്ല. 2 ആക്കിയിട്ട് പകുതി കിട്ടില്ല. നീ ഞാൻ ബാറ്ററിയാണ് പൊട്ടിച്ചിട്ടത്. So once again welcome all of you with the Star Magic. ഇനി പവർ കൂടാണ്. സ്റ്റാർ മാജിക്കിൽ ഏതൊരു ഗസ്റ്റ് വന്നാലും അവരുടെ ഒരു റുട്ടീൻ ചോദിക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധം. അതായത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നായരമ്പലം വീട്ടില് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പാമ്പറിംഗ് ഒക്കെ കിട്ടി, അതിനുശേഷം ഇൻഡിവിജ്വലി നമ്മൾ റെന്റിനൊക്കെ എടുത്ത് കൊച്ചിയിൽ വന്ന് സെറ്റിൽ ചെയ്തപ്പോ ലൈഫിൽ എന്തൊക്കെ മാറ്റം വന്നു? റുട്ടീൻ മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റങ്ങൾ കുറെ ഉണ്ട്. ഏറ്റവും വലിയ മാറ്റം തനിയെ കുക്ക് ചെയ്ത് കഴിക്കാവുന്ന. അടിപൊളി. എന്നിട്ട് എങ്ങനെ കഴിക്കുന്നുണ്ടോ? ഓ പിന്നെ അടിപൊളിയായിട്ട് കഴിക്കാൻ മാത്രല്ല വീട്ടിലെ ഫ്രണ്ട്സിനെയും അപ്പേനെ അമ്മേനൊക്കെ വിളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എഴുതി തന്നു. ഇല്ല, അമ്മയുടെ ഫുഡ് വെട്ടിക്കാൻ പറ്റില്ല. ഭയങ്കര കൈപ്പുണ്യം. അയ്യോ രക്ഷയില്ല. അതായിട്ട് കമ്പീറ്റ് ചെയ്യാനേ പറ്റൂല. അനു അവിടെ നിന്ന് എറണാകുളത്ത് വന്നപ്പോ മാറ്റമല്ല സംഭവിച്ചത്, ഫുൾ തനി മാട്ടയായി മാറി എന്നാണ് മറ്റൊരു സത്യം. ചേട്ടാ അവിടെ നിന്ന് വന്നപ്പോഴേ അവിടെ വന്നപ്പോ മാറ്റമല്ല സംഭവിച്ചു, ഭയങ്കര നാറ്റമായിരുന്നു. അതിന് പറ്റിയൊരു മ്യൂസിക് ഉണ്ട്. ഹലോ ഗസ്റ്റേ, നമ്മുടെ അനുവിന്റെ കുട്ടിത്തം എങ്ങനെയുണ്ട്? ഇപ്പൊ ശരിക്കും ആരാണ് കുട്ടിത്തം? ഈ മുതുക്കം കടന്ന് കാണിക്കുന്ന കോമ്പറ്റീഷൻ ഇവിടെ. കുട്ടിത്തത്തിന്റെ കോമ്പറ്റീഷന് ചിലപ്പോ ഇവിടെ ടൈ ആയിരിക്കും. അനു തങ്കു അല്ലേ? ടൈയല്ല ഡൈ. എന്റെ കൂടെ
ടർക്കി കൊണ്ടാണ് നമ്മളൊരു ഗെയിമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ടർക്കി പർക്കി. ശരി, അപ്പോ ടർക്കി പർക്കി എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും ഗെയിം കളിക്കേണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു. ഒരാൾ വന്നതിന് ശേഷം നമ്മൾ ഇതാ ഇവിടെ കുറച്ച് ബോൾ വെച്ചിട്ടുണ്ടല്ലോ. ഈ ബോൾ നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുവേ. അത് മോളിൽ പോയി തിരിച്ചു വരുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടർക്കി നമ്മൾ പറക്കണം. ഓക്കെ, അപ്പൊ ടർക്കി പറക്കി എന്നിട്ട് പറക്കിയിട്ട് ഇവിടെ ഇടണം. ഓക്കെ, അതാണ് ടാസ്ക് എന്ന് പറഞ്ഞത്. ബോൾ തിരിച്ചു വരുന്നതിന് മുമ്പ്. ഓക്കെ, സപ്പോസ് അതെങ്ങാനും മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബോൾ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടർക്കി വെച്ചിട്ട് നിങ്ങൾ റിപ്പീറ്റ് ഗെയിം കളിക്കണം. ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് ടർക്കീസ് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. അപ്പൊ ടർക്കി നന്നായിട്ട് പെറുക്കി എടുക്കണം. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ വലിയ കൈഡി ടു അനു ആൻഡ് തങ്കു. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Very good, Tangu. Very good. So beautiful. എടാ തങ്കച്ച, നിന്റെ പാന്റ് ശ്രദ്ധിക്ക, ഇല്ലെങ്കിൽ 28 കെട്ടിയത് ഞങ്ങൾ കാണേണ്ടി വരും. ഏറ്റവും ആദ്യം ആ ലാസ്റ്റ് വൺ എടുക്കുന്ന മെമ്പർ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. ഇതന്നെ തങ്കച്ചൻ കച്ചവടത്തിന് വേണം. 2 ടർക്കിയൊക്കെ ഉണ്ടല്ലോ. എത്രാമത്തെ അവസരം കളഞ്ഞെന്ന് പറയുമ്പം അത് തന്നെ ഓടി വാടിയേ. ടർക്കി തങ്കു കയ്യില് വെക്കുക. ഇപ്പൊ നമ്മള് കറക്റ്റ് ആണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇല്ല, നടക്കില്ലടാ. വരുമ്പോ തന്നെ അനുവിന്റെ അയ്യോ ഓടിവാടിയേ. അതെടുക്കാലോ. എടുക്കാം. ഓക്കെ, തങ്കു ഇതില് കുറച്ച് നമ്മള് ബ്രില്യൻസ് യൂസ് ചെയ്യായിരുന്നു. അതിൽ തങ്കു ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ അത് കറക്റ്റ് ആയിട്ട് എറിയാണ് ചെയ്തത്. അനു കുറെ തവണ ലൈക്ക് ജയിക്കേണ്ടതായിരുന്നു. കറക്റ്റ് കയ്യിൽ വരും ബോൾ ചാടി. കള്ളക്കളി അനുവദിച്ചില്ല. ആഹാ, വെള്ളം വേണോ? പ്ലീസ്. വാട്ടർ. എന്താന്നറിയോ, ചില കൂടോത്തരങ്ങൾ വരും. അതുകൊണ്ടാണ്. ടേസ്റ്റ് ഉണ്ടോ തങ്കു?
ഈ വെള്ളത്തിൽ ഇത്ര രുചിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആണാ കൊച്ച് ഇപ്പൊ ഈ വെള്ളം പാചകം ചെയ്തുണ്ടാക്കിയതല്ല. ഇതിനകത്ത് കിടന്ന് കിടക്കാം. പോ വെള്ളം തന്നാ വാങ്ങിച്ചു കുടിക്കരുത്. തങ്കച്ചാ ശുദ്രം കൂടുതലാണ്. തോറ്റവർക്ക് വോയിസ് ഇല്ല. അത് വാറ്റല്ലടാ തങ്കച്ചാ, വെള്ളമാടാ. സൂസ് നിർത്തിയപ്പോ നമ്മളെ തോളിക്കാടാൻ പറയാൻ ഇതെന്തെന്നറിയാം. ഞാൻ കൊടുക്കാതിരിക്കുമ്പോ തങ്കച്ച വെള്ളം തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റുകൾ വരാൻ നമ്മളെ സന്തോഷത്തോടെ അതെ, കാരണം നമുക്കറിയാം അതിന്റെ കളികളൊക്കെ. അങ്ങനെ തങ്കച്ചാടൻ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി. അതെന്തിനാ? എന്തായാലും ഈ ഒരു റൗണ്ട് കഴിയുമ്പോ ഇതില് ജയിച്ചിട്ടുള്ളത് തങ്കു ആൻഡ് ടീം വിത്ത് 1 പോയിന്റ്. ഓക്കെ അന്ന എങ്ങനെയുണ്ടായിരുന്നു? നല്ല പണിയുള്ള പണിയാണെന്ന് മനസ്സിലായി. ഇത് ഗെയിം അല്ല, പണി കൊടുത്തതാന്ന് തോന്നുന്നു രണ്ടുപേർക്കും. സിമ്പിൾ. ബിനുചേട്ടൻ ചോദിക്കാ കുട്ടിക്കാലത്ത് ഏതൊക്കെ ഗെയിമാ കളിച്ചിട്ടുള്ളതെന്ന്. നമ്മള് പറമ്പില് ക്രിക്കറ്റ് കളിക്കായിരുന്നു. എന്റെ ആൺകുട്ടി അപ്പോഴേ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. കൂർക്കഞ്ചേരിയിൽ നിന്നുള്ള ജിത്തു, ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള അജൂബ് ഷാ, ഇവർ തമ്മിലുള്ള മത്സരം ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളത് നമുക്ക് നോക്കാം. വെല്ലുവിളിയാണ് അല്ലേ? ഓക്കെ, തോൽക്കുന്ന ടീമിന് തവളച്ചാട്ടം. ഓക്കെ, നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. മിടുക്ക സണ്ണിക്കുട്ട, സണ്ണിക്കുട്ട, നീ അയ്യോ ഇല്ല പോയി അവിടെ പോയി അവന്റെ തലേന്ന് ഇടിച്ചോണ്ടേ തിരിഞ്ഞു പോയി സാധനം. ഇതില് ജിത്തു ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്തിട്ടാ കളിച്ചത്. ഏറ്റവും ആദ്യം നമ്മൾ കളിക്കണുണ്ട്. അപ്പൊ എന്തൊരു സ്ലോ ആയിട്ടാ കളിക്കണേന്ന് നമുക്ക് തോന്നി. പക്ഷെ ലാസ്റ്റ് ആയപ്പോ ഭയങ്കര സ്പീഡായിട്ടോ. ഒരെണ്ണം കൂടെ കൂടുതൽ ഇട്ടത് നമ്മുടെ ജിത്തു ആണ്. പക്ഷെ നമ്മൾ രണ്ടുപേരുടെ ടാസ്ക് നമ്മൾ നോക്കുമ്പോ ഉള്ള ഒരു അനാലിസിസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോ ജയിച്ചിട്ടുള്ളത് ജിത്തു. കൂടത്തുള്ളണം അല്ലേ? ഓക്കെ, ഇപ്പൊ ആണെങ്കിൽ നമ്മൾ സ്റ്റാർ മാജിക്കില് കലോത്സവം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കൂടത്തുള്ള എല്ലാരും കൂടത്തുള്ള വരും. ഇവിടെ വന്ന് വരും. എന്നിട്ട് എല്ലാവരും ഇനി തിരിച്ചു പോയിക്കോളൂ. നിങ്ങൾ കൂടത്തുള്ളണ്ട, ഓട്ടം തുള്ളലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ഐറ്റത്തിലേക്ക് നമ്മൾ പോവാണ്. കൊല്ലം ഷാഫി അവതരിപ്പിക്കുന്ന ഒരു ഓട്ടം തുള്ളൽ. ചെസ് നമ്പർ 120. കൊല്ലം ഷാഫി വന്നിട്ടുണ്ടോ? മാന്യ സദസ്സിന് വന്ദനം. ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരുപാട് ഓട്ടം തുള്ളലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കണ്ടു പഠിച്ച ഒരു പ്രത്യേക തുള്ളലാണ്. ഇതിന് ഓട്ടം തുള്ളൽ പറയുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഏതായാലും നമുക്ക് വേണേ ഓളം തുള്ളലിന് വരട്ടാലോ. ഞാനിപ്പോ നിൽക്കുന്ന ഈ മനോഹരമായ ഫ്ലോറിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു അവതരണമാണ് ഈ ഓട്ടം തുള്ളലിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പൂക്കള പേരിൽ ഉള്ളൊരു ചാനലിൽ ഉള്ളൊരു ഈ കളി വൈബത് വേറെ. നോക്കിയിരുന്നിത് കാണുന്നോർക്കൊന്നാർത്തു ചിരിക്കാൻ നൈസായിട്ട്. കാപ്പി കുടിക്കണ നേരം കൊണ്ടിത് കോപ്പിയടിക്കാൻ ഉണ്ടേ ചിലര്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. 5 വെളുപ്പിന് പുട്ടിയിടുന്നൊരു മൊഞ്ചത്തേളുടെ കഷ്ടപ്പാട്. നെഞ്ചു വിരിക്കാൻ കുടവയറുള്ളിൽ കെട്ടി വലിക്കണ കിളവന്മാരും. പഞ്ചിലൊരുത്തി പറഞ്ഞു വരുന്നത്
ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പറയാൻ വന്നേ നടന്നു വരും ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പറയാനാണേ നാരായണ ജയ 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 നാരായണ ജയ. ചിങ്കം എന്ന് നിരീച്ചൊരു തങ്കച്ചൻ അവിടുണ്ടേ കോലം കെട്ടി ചന്നം പിന്നം കൗണ്ടർ പറയാൻ ബിനുവടിമാലി കൂടെ തന്നെ വിവരക്കേടിന് കണ്ണട വെച്ചൊരു കൊച്ചിക്കാരൻ വേറെയൊരുത്തൻ പത്തു പാട്ടിന് ഒറ്റ ട്യൂണില് പല കളറാക്കി പാടുന്നൊരുവൻ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. അന്തക്കേടിന് ആൾ രൂപത്തിൽ അനുമോളെന്നൊരു പേരു കൊടുത്തു. അന്തക്കേടിന് ആൾ രൂപത്തിൽ അനുമോളെന്നൊരു പേരു കൊടുത്തു. ഗെയിമില്ലാത്തൊരു ഗെയിം കളിക്കാൻ ഐശ്വര്യക്ക് കൂട്ടായി വന്നു. ഗെയിം കളിക്കാൻ ഐശ്വര്യക്ക് കൂട്ടായി വന്നു. ഇങ്ങനൊരുത്തൻ നേരം ഇതുവരെ നിന്നു പുഴുക്കും നിങ്ങൾ കണ്ടോ? അതുകൊണ്ടിവിടെ ഇത്തരുണത്തിൽ ഞാനിക്കളി അവസാനിപ്പിക്കും. ഇല്ലേൽ അവിടുന്നൊരു ചാവേ വണ്ടി റെഡിയായിട്ട് പുറത്ത് പോണ്ടാ എന്നുള്ള അശരീരംഗം വന്നാലോ നാരായണ ജയ 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 നാരായണ ജയ. ഓട്ടത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് മാർഗംകളി വഴി നമ്മൾ എത്തി. നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ഗംഭീരായിരുന്നു. കാരണം സ്പോട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയൊരു പെർഫോമൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ പറ്റി ആലോചിച്ച് വളരെ രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. നേരെ ഞാൻ അന്നയിലേക്ക് പോകണം എന്നാ. അടിപൊളിയായിരുന്നു. ഫുൾ എല്ലാവരുടെയും വായ അടച്ചു കളഞ്ഞു. ആരും അതിന്റെ ഇടയിൽ ഒന്നും പറഞ്ഞില്ല. പറയാനുള്ളൊരു സ്പേസ് തന്നില്ല. അതെ, അത് തന്നെ ഹൈലൈറ്റ് ആയിരുന്നു. പിന്നെ അടിപൊളി ചിരിയാട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കണ നല്ല രസമുണ്ട്. അടിപൊളിയാണ് പുള്ളിയുടെ. അയ്യോ അയ്യോ. അപ്പൊ അങ്ങനെ എന്തായാലും ഷാഫി ഭയങ്കര ഒരു പാട്ടുകാരനല്ല, എന്നോട് ഉപം തന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റും നല്ലൊരു സൗഹൃദമുള്ള ആളും. ഞാൻ ചോദിക്കട്ടെ, ഈ മുട്ടിന് തേയ്മാനമുള്ളവനൊക്കെ പറഞ്ഞു വിടണം. നിന്റെ പ്രോഗ്രാമിന് അത്ര വന്നില്ലടി. കാൽക്കുലേറ്റ് ചെയ്യണ ഈ മാത്തമാറ്റിക്സ് ഒരു ലൈൻ മുന്നടുത്ത ലൈൻ സെറ്റ് അല്ല, അത് അന്നേരം ബുദ്ധിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഒരു ആർട്ടിസ്റ്റ്. പക്ഷെ വേറെ ഈ സാധനം നമുക്കൊരു ഗ്യാപ്പ് കിട്ടും. ഇഷ്ടായ ഏതും സത്യമായിട്ടും. അപ്പൊ ഒരു പെർഫോമൻസ് ടെസ്റ്റ് നമ്പർ 123 പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേരുടെ പ്രകടനങ്ങൾ നിങ്ങൾ കാണാനുണ്ട്. അതെല്ലാം വഴിയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് എന്റെ ടർക്കി പറക്കി അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഓക്കെ, ബാക്ക് ടു അവർ വർക്ക്. കം ഓൺ. അടുത്ത റൗണ്ടിൽ ഈ ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നു ഈ ടീമിൽ നിന്ന് ഡയാന, ഐഷു. ഓക്കെ, ടർക്കി പറക്കി കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ആദ്യത്തെ വെൽഡി 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 വെൽഡി. പയ്യെ പയ്യെ നല്ല കളിക്കാൻ പറ്റുള്ളൂ. കയ്യിൽ ക്യാച്ച് ചെയ്യണേ, ബോഡിയിൽ നിന്ന് എടുക്കരുത്. വെരി ഗുഡ് ഐഷു. ഐഷു റെഡി. കിട്ടി. ഐഷു.
ഐഷു വന്നു. ഐഷു ഈ ഗെയിം കളിച്ച് തീർന്നു. ഐഷുവിന് ചുറ്റുള്ളത് എന്താ നടക്കണമെന്നൊന്നും അറിയില്ല. ഡൈനെ സംബന്ധിച്ച് ഡൈന ഓൾറെഡി പറയുന്നു എയിം വലിയ വശമില്ല എന്നുള്ളത്. ഞൊടിയിടയിൽ പരിപാടി എന്റെ കൊച്ചിനെ ഞങ്ങൾ അങ്ങനെ വളർത്തിയത് എല്ലാം ബിനുചേട്ടന്റെ അനുഗ്രഹം. അപ്പോ ഇപ്പോഴത്തെ ഒരു പോയിന്റ് നില എന്ന് പറയുന്നത് 2-1 ആണ്. 2 പോയിന്റ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ തങ്കുവിന്റെ ടീമിനാണ്. 1 പോയിന്റ് കിട്ടിയിട്ടുള്ളത് ബിനു അടിമാലി ആൻഡ് ടീമിനാണ്. സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഏത് ടീമാണ് ജയിച്ചിട്ടുള്ളത്? തങ്കച്ചൻ ചേട്ടന്റെ ടീം. ഓക്കെ. നമുക്ക് ഇനി കുട്ടിത്തം കാണണോ? തവളച്ചാട്ടം ചാടുന്ന ഒരു കുട്ടിത്തം കാണണോ? തവളച്ചാട്ടം കാണണോ? ജലൂസിലെ മാമീര കുട്ടിത്തം കാണിച്ചേരാ കേട്ടാ. തവള ചാടാനുള്ള ഓടി വരൂ. അന്ന തവളച്ചാട്ടം എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ചാടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഓ, കണ്ടിട്ടുണ്ട്. ലൈവായിട്ട് കണ്ടിട്ടുണ്ടോ? ഓ, ഉണ്ടല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കണ്ടോളൂ. കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഓർത്താ പുള്ളി ചോദിച്ചാ കണ്ടിട്ടുണ്ടല്ലോ ഒന്നുകൂടെ കണ്ടോളാം. ചാടിക്കോ. കുറെ തവളകൾക്കിടയിൽ ഒരു മൂട്ട ഉണ്ടല്ലോ, അനുമൂട്ട. ശരിയാക്കി തരാം ചേച്ചി. ഈ കാടക്കോഴി എടുത്ത് മിണ്ടാതിരിക്കാൻ പറ. ഇത് പറയാനാ ഇനി വന്നത്? പിന്നെ നിസാര കോമഡിയാണോ അത്? ആന്താണോ നീ അങ്ങനെ പറഞ്ഞത്? 1 2 3 ഗോ. അത് പറഞ്ഞില്ലെങ്കിൽ ഒന്നേ കളിക്കണം. അത് പറഞ്ഞില്ലെങ്കിൽ ഒന്നേ ചാടണം. മേക്കം വേണം. ഞങ്ങള് മനസ്സിൽ പറഞ്ഞായിരുന്നു. മനസ്സ് പറഞ്ഞു. റെഡി 1 2 3 സ്റ്റാർട്ട്. മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകൾ. നമ്മൾ ചാടുമ്പോ തവളച്ചാട്ടും, തങ്കച്ചാട്ടം ചാടുമ്പോ ചിമ്പാൻസി ചാട്ടും. എനിക്ക് ഇതിന് ചാട്ടഞ്ച് കൊണ്ടുവരുമോ? എനിക്ക് ഇതിനുള്ള മരുന്ന് കൊടുക്കാനാ. ഇന്നത്തെ ദിവസം നമ്മൾ സ്പെഷ്യലി സ്റ്റാർ മാജിക്കിന്റെ ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചാട്ടെടുക്കില്ല, ചൂരലെടുക്കില്ല. പക്ഷെ തവളച്ചാട്ടം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. സത്യം പറയട്ടെ, ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കുട്ടിക്കാലത്തിലേക്ക് പോയ പോലെ തോന്നി കേട്ടോ. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ ഇവിടെ സ്റ്റാർ മാജിക്കിന്റെ ഒരു സ്കൂൾ യുവജനോത്സവമായിരുന്നു. എന്തായാലും ഇന്നതാ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് സീറ്റിൽ ഉണ്ടായിരുന്നത് അന്നയായിരുന്നു. സോ അന്ന എങ്ങനെയുണ്ടായിരുന്നു? ഓൾ ടോട്ടൽ സിൻസിയർ ആയിട്ട് പറയണം. സിൻസിയർ ആയിട്ട് എന്റർടൈനിങ് ആയിരുന്നു. കുറെ ചിരിക്കാനുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എൻജോയ് ചെയ്തില്ലേ? ഓവറോൾ നല്ല രസമായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. എനിക്ക് ആ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗെയിം നല്ല രസമുണ്ട്, നല്ല വർക്ക്ഔട്ട് ആണെന്ന് തോന്നുന്നു. അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും അന്നയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. പക്ഷെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റം ടാബ്ലോ ആണ് നമ്മൾ കൊടുക്കണേ. അതായത് ആദ്യമ മനുഷ്യന്റെ പരിണാമം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്താ ലക്ഷ്മി വായി തുറക്കാത്ത ഇവർ എന്ത് ചെയ്യുന്നത്? ടാബ്ലോ ആണ്. അതിപ്പോ ടാബ്ലോ ആണ് ഇവിടെ വന്ന. അപ്പൊ എന്തായാലും ഈ ഒരു പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം അമൃതവേണി ഹെയർ എലിക്സർ പ്രസൻസ് മൈജി ഫ്യൂച്ചർ സ്റ്റാർ മാജിക് പവർഡ് ബൈ ഈസ്റ്റേൺ സേയിങ് ടാറ്റാ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, കുരങ്ങിൽ നിന്നും മനുഷ്യന്റെ രൂപമാറ്റം. എന്നാൽ ഇവിടെ സ്റ്റാർ മാജിക്കിൽ കുരങ്ങിൽ നിന്നും അവസാനം വീണ്ടും മറ്റൊരു കുരങ്ങിലൂടെ രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. ഒരിക്കലും പരിണാമം സംഭവിക്കാത്ത കറക്റ്റ് കാശ് കൊടുക്ക പോലെ ഇരിക്കണം വായൊക്കെ. അച്ഛനോട് പഴം മേടിച്ചു തരാൻ പറയട്ടെ. ഇത് മാറി വരുന്നുണ്ട് കേട്ടോ, മാറി വരുന്നില്ല സ്ഥിരമായിട്ട്. ഇതാ നിനക്ക് കറക്റ്റ് ഫിഗർ. നീ എന്താ എത്തി നോക്കണേ ഐഷുവിനെ? ഐഷു ഐഷുവിന്റെ കറക്റ്റ് പല്ലൊക്കെ കെട്ടിയപ്പോൾ എല്ലാം റെഡി ആയിട്ട് വന്നു തുടങ്ങി. മാറിയിട്ടില്ല കേട്ടോ, ഇതാ മാറിയിട്ടില്ല, താടി വന്നുള്ളൂ, മാറിയിട്ടില്ല അത്. എന്നിട്ട് കുറകിൽ നിന്ന് ഇതായെന്നോണ്ട് പുള്ളിനെ പിടിച്ച് ഇവിടെ കൃത്യമാണ്. അപ്പളേ ആദ്യമ മനുഷ്യന്റെ ഈ ഒരു പരിണാമം നിങ്ങളിലേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. അറിയാം പളിയിരിക്കുകയാണെന്നുള്ളത്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങൾ പോവാണ് കേട്ടോ, അവരവിടെ നിൽക്കട്ടെ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ
നമുക്ക് പോവാം ഞങ്ങൾ പോണേട്ടാ നിങ്ങൾ അവിടെ നിൽക്കണേ.